ഹലോ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാബിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റായ ഇമാജിനേഷനിലെ 3ാമത്തെ ചാപ്റ്റർ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫാണ്. ഇതൊരു ഓട്ടോബയോഗ്രഫിയാണ് ഹെലൻ കെല്ലറിൻ്റെ. ഹെലൻ കെല്ലറിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഹെലൻ കെല്ലർ വാസ് ബോൺ ഇൻ അലബാമ, USA. She lost her sight and hearing 19 months after birth due to an undiagnosed brain disease. ഹെലൻ കെല്ലർ ജനിച്ചത് USA അലബാമയിലാണ്. അവൾക്ക് കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടു. ജനനത്തിന് 19 മന്ത്സിന് ശേഷം ഒരു അൺഡയഗ്നോസ്ഡ് ബ്രെയിൻ ഡിസീസ് കാരണമാണ് കാഴ്ചയും കേൾവിയും അവൾക്ക് നഷ്ടപ്പെട്ടത്. She went on to become the first differently abled person to graduate in America. അമേരിക്കയിലെ ഫസ്റ്റ് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ഗ്രാജുവേറ്റ് ചെയ്ത ഫസ്റ്റ് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സണായിട്ട് ഹെലൻ കെല്ലർ അറിയപ്പെടുന്നു. ഷി വാസ് കൺസിഡേർഡ് വൺ ഓഫ് 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ കൺട്രി. 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിളിൻ്റെ ലിസ്റ്റിൽ ഹെലൻ കെല്ലറിനെ നമുക്ക് കാണാം. ടുഡേ ഹെലൻ കെല്ലർ ഈസ് എ സിംബൽ ഓഫ് ഡിറ്റർമിനേഷൻ, എൻഡ്യൂറൻസ് ആൻഡ് സ്ട്രഗിൾ. ഇന്നും ഹെലൻ കെല്ലർ ഡിറ്റർമിനേഷൻ്റെ, എൻഡ്യൂറൻസിൻ്റെ, സ്ട്രഗിളിൻ്റെയൊക്കെ ഒരു സിംബലായിട്ട്, പ്രതീകമായിട്ട് നിലകൊള്ളുന്നു. അവരുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഇതിനകത്ത് റെക്കോർഡ് ഓഫ് ഹർ സ്ട്രഗിൾസ് ആൻഡ് സക്സസ്, അവരുടെ സ്ട്രഗിൾസിനെ കുറിച്ച് സക്സസ്സിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഓട്ടോബയോഗ്രഫിയിലെ ആദ്യത്തെ ഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണിത്. ദ ബിഗിനിങ് ഓഫ് മൈ ലൈഫ് വാസ് സിമ്പിൾ ആൻഡ് മച്ച് ലൈക്ക് എവറി അതർ ലിറ്റിൽ ലൈഫ്. ഐ കെയിം, I saw, I conquered as the first baby in the family always does. ഹെലൻ കെല്ലർ പറയുന്നു, അവളുടെ ജീവിതത്തിൻ്റെ ബിഗിനിങ് അത് വളരെ സിമ്പിളായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഉള്ളതുപോലെ തന്നെ ഒരു സിമ്പിൾ ലൈഫായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. ഐ കെയിം, ഐ സോ, ഐ കോൺക്വേർഡ്. അവൾ ലോകത്തിലേക്ക് വന്നു, എല്ലാം കണ്ടു, അവൾ ലോകത്തെ കീഴടക്കി. ആസ് ദി ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി ഓൾവേസ് ഡസ്. ഒരു വീട്ടിലെ ആദ്യത്തെ ബേബി എന്ന നിലയിൽ ആ ഫാമിലിയെ അല്ലെങ്കിൽ ആ വേൾഡിനെ തന്നെ അവൾ എന്ത് ചെയ്തു, പിടിച്ചടക്കി. ദർ വാസ് ദ യൂഷ്വൽ എമൗണ്ട് ഓഫ് ഡിസ്കഷൻ ഓൺ എ നെയിം ഫോർ മീ. അങ്ങനെ ഇവള് വീട്ടിലെ ആദ്യത്തെ ബേബി ആയതുകൊണ്ട് തന്നെ എന്ത് പേരിടണം എന്നതിനെക്കുറിച്ച് ഒരു വലിയ ഡിസ്കഷൻ തന്നെ വീട്ടിൽ ഉണ്ടായി. ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി വാസ് നോട്ട് ടു ബി ലൈറ്റ്ലി നെയിംഡ്. എവറി വൺ വാസ് എംഫാറ്റിക് അബൌട്ട് ദാറ്റ്. ഫാമിലിയിലുള്ള ആൾക്കാരെല്ലാം ചിന്തിച്ചു, ആദ്യത്തെ ബേബി ആയതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടുള്ള പേരുകൾ ഇട്ടാൽ ശരിയാവത്തില്ല, അതുകൊണ്ട് തന്നെ നല്ല ഒരു പേരിടണം എന്നവർ ഡിസ്കസ് ചെയ്തു. മൈ ഫാദർ സജസ്റ്റഡ് ദ നെയിം ഓഫ് മിൽഡ്രഡ് ക്യാമ്പൽ. ഇപ്പോൾ ഫാദർ സജസ്റ്റ് ചെയ്ത ഒരു നെയിമാണ് മിൽഡ്രഡ് ക്യാമ്പൽ. ഷീ വാസ് വൺ ഓഫ് അവർ ഹൈലി എസ്റ്റീംഡ് ആൻസിസ്റ്റേഴ്സ്. ഇപ്പം മിൽഡ്രഡ് ക്യാമ്പൽ എന്ന് പറയുന്നത് അവരുടെ ഒരു ഹൈലി എസ്റ്റീംഡ് ആയിട്ടുള്ള ആൻസിസ്റ്ററാണ്. അപ്പം ആ ഒരു പേര് കൊടുക്കാമെന്ന് ഫാദർ സജസ്റ്റ് ചെയ്തു. ബട്ട് ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ക്യാരിങ് മീ ടു ചർച്ച്, മൈ ഫാദർ ഫോർഗോട്ട് ദ നെയിം ഓൺ ദ വേ. ചർച്ചിലേക്ക് ഇവളെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന ദിവസം അവരെല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫാദർ പോകുന്ന വഴിക്ക് അവൾക്കിടേണ്ട പേരെന്താണെന്ന് മറന്നുപോയി. വെൻ ദ ചർച്ച് മിനിസ്റ്റർ ആസ്ക്ഡ് ഹിം ഫോർ ഇറ്റ്, ഹി ഗേവ് ദ നെയിം ഹെലൻ ആഡംസ്. ഇപ്പോൾ ചർച്ച് മിനിസ്റ്റർ ഏത് പേരാണ് കുട്ടിക്കിടേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് ഫാദർ പേര് മറന്നുപോയി. പെട്ടെന്ന് മറ്റൊരു പേര് നിർദ്ദേശിച്ചു. ആ പേര് ഹെലൻ ആഡംസ് എന്നായിരുന്നു. സെക്കൻഡ് പാരഗ്രാഫ്. ഐ ഷോഡ് മെയിൻ സൈൻസ് ഓഫ് an eager, self-asserting disposition when I was still a baby. I insisted upon imitating everything that I saw other people doing. അപ്പോൾ ആദ്യമൊക്കെ അവൾ വളരെ ഈഗറായിരുന്നു, ആകാംക്ഷയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അതുപോലെ തന്നെ മറ്റുള്ളവർ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇമിറ്റേറ്റ് ചെയ്യാൻ അവൾ ശ്രമിക്കുകയും ചെയ്തു. At 6 months I could pipe out, ഹൗ ഡു യു ഡു. അപ്പോൾ 6 മാസമൊക്കെ ആയപ്പോഴേക്കും അവൾ ഹൗ ഡു യു ഡു എന്ന് ചോദിക്കാൻ തുടങ്ങി. വൺ ഡേ ഐ അട്രാക്റ്റഡ് എവറി വൺസ് അറ്റൻഷൻ ബൈ സേയിങ് ടി 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 ക്വയറ്റ് പ്ലെയിൻലി. അങ്ങനെ അവൾ ഒരു ദിവസം ടി ടി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അട്രാക്ഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ നേടിയെടുത്തു. വളരെ ഈസി ആയിട്ട് അവൾ സംസാരിക്കാൻ തുടങ്ങി. ഈവൻ ആഫ്റ്റർ മൈ ഇൽനെസ് ഐ റിമെമ്പേർഡ് വൺ ഓഫ് ദ വേർഡ്സ് ഐ ഹാഡ് ലേൺഡ് ഇൻ ദീസ് ഏർലി മന്ത്സ്. അപ്പോൾ അവൾക്ക് രോഗമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് അവൾ അവളുടെ ആദ്യ സമയത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ അവൾ ഓർക്കുകയാണ് അന്ന് പറഞ്ഞിരുന്ന വാക്കുകളൊക്കെ. ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ. അവളുടെ ഓർമ്മയിലേക്ക് വന്ന ഒരു വാക്കാണ് വാട്ടർ. ഏർലി മന്ത്സിൽ തന്നെ അവൾ
പറയാൻ തുടങ്ങിയ ഒരു വാക്കായിരുന്നു വാട്ടർ. I continued to make some sound for that word after all the speech was lost. ഇപ്പോൾ സ്പീച്ച് അല്ലെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെട്ടതിന് ശേഷം അവൾ വാട്ടർ എന്ന ആ ഒരു വാക്ക് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. I stopped making the sound wo only when I learned to spell the word. പക്ഷേ അവൾക്ക് വാട്ടർ എന്ന വാക്ക് പോലും പറയാനായിട്ട് സാധിച്ചില്ല. വോ എന്ന് മാത്രമേ പറയാനായിട്ട് കഴിയുന്നുള്ളൂ. They tell me I walked the day I was a year old. ഇപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 1 വയസ്സായപ്പോഴേക്കും ഇവൾ നടക്കാൻ തുടങ്ങി. My mother had just taken me out of the bathtub and I was holding me in her lap. അമ്മ അവളെ ബാത്ടബിലേക്ക് കൊണ്ടുപോയ സമയത്ത് അമ്മയുടെ മടിയിലിരിക്കുകയായിരുന്നു ആ കുട്ടി. I was suddenly attracted by the flickering shadow of leaves that danced in the sunlight on the smooth floor. അപ്പോൾ അവൾ പെട്ടെന്നൊരു കാഴ്ച കാണുന്നു. എന്തായിരുന്നു ആ കാഴ്ച? നല്ല സൂര്യപ്രകാശത്തിൽ ലീവ്സ് എന്ത് ചെയ്യുന്നു, അൺസ്റ്റഡിലി ആയിട്ട് ഡാൻസ് ചെയ്യുന്ന കാഴ്ച ഇവൾ കണ്ടു. അത് അവൾ അട്രാക്റ്റഡായി. ഐ സ്ലിപ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാബ്. അങ്ങനെ അവൾ അവളുടെ അമ്മയുടെ മടിയിൽ നിന്ന് താഴേക്കിറങ്ങി. ഓൾമോസ്റ്റ് റാൻ ടുവേർഡ്സ് ദം. എങ്ങോട്ടേക്ക് ഓടുകയാണ്? ആ ലീവ്സിൻ്റെ അടുക്കിലേക്ക് ഓടി. ബട്ട് ദ ഇമ്പൾസ് വാസ് ക്വിക്ലി ഗോൺ. പെട്ടെന്ന് അവളുടെ ആ ഒരു ഇമ്പൾസ്, ആ ഒരു പെട്ടെന്നുണ്ടായ ഒരു റിയാക്ഷൻ പെട്ടെന്ന് അവൾക്ക് നഷ്ടപ്പെട്ടു. ഐ ഫെൽ ഡൗൺ ആൻഡ് ക്രൈഡ് ഫോർ ഹർ ടു ടേക്ക് മീ അപ്പ് ഇൻ ഹർ ആംസ്. അവളങ്ങനെ താഴെ വീണു. ഓടുന്നതിൻ്റെ ഇടയ്ക്ക് താഴേക്ക് വീണു. അവൾ കരയാൻ തുടങ്ങി. അമ്മയോട് വന്ന് എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ദീസ് ഹാപ്പി ഡേയ്സ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. ഈ സന്തോഷ ദിവസങ്ങൾ ഒത്തിരി നാളത്തേക്ക് നിലനിന്നില്ല. ജസ്റ്റ് 1 year, 1 വർഷമേ നിന്നുള്ളൂ. One brief spring when the robin and the mockingbird sang their melodious song. ഇനി ഈ പാരഗ്രാഫിൽ കുറച്ച് സീസണെ കുറിച്ച് പറയുന്നുണ്ട്. സ്പ്രിംഗ് സീസണെ കുറിച്ച് ഇവിടെ പറയുന്നു. റോബിൻ ആൻഡ് മോക്കിംഗ് ബേർഡ്, 2 ബേർഡിനെയാണ് റെഫർ ചെയ്യുന്നത്. അവരുടെ മെലോഡിയസ് സോങ് പാടുന്നു. എ സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിംഗ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. സമ്മർ കാലഘട്ടം റെഫർ ചെയ്യുന്നുണ്ട്. ബ്ലൂമിംഗ് റോസസ് ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമ്മർ സീസൺ. പിന്നെ ഓട്ടം സീസൺ വിത്ത് ഇറ്റ്സ് ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്. ഗോൾഡൻ ഫ്രൂട്ട്സും പിന്നെ ഇലകൾ പൊഴിഞ്ഞ വൃക്ഷങ്ങളുമൊക്കെ ഓട്ടം സീസണിൽ കാണാം. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഫെബ്രുവരി. അവളുടെ ജീവിതത്തിലെ ആ സംഭവം നടന്നത് ഫെബ്രുവരിയിലാണ്. ഇൻ ദ മിഡിൽ ഓഫ് വിൻ്ററിൻ്റെ മിഡിൽ ഭാഗമായപ്പോഴേക്കും. I was struck by the illness which closed both my eyes and ears forever. എന്തായിരുന്നു ആ സംഭവം? അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ആ സംഭവം, അവൾക്ക് പെട്ടെന്നൊരു രോഗമുണ്ടായി. അതിനുശേഷമായിട്ട് അവളുടെ കാഴ്ചയും കേൾവിയും എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. The doctor thought I would not live. ഡോക്ടർ വിചാരിച്ചത് അവളിനി ജീവിക്കുകയില്ല. But early one morning the fever left me. പെട്ടെന്നുണ്ടായ ആ പനി അവളുടെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ഒരു മോർണിംഗിൽ അവളിൽ നിന്ന് പനി മാറി. There was a great rejoicing in the family that morning. ആ മോർണിംഗിൽ ആ ഫാമിലിയിലുള്ള ആൾക്കാരെല്ലാം വളരെയധികം സന്തോഷിച്ചു. But no one, not even the doctor, knew that I would never see or hear again. പക്ഷേ പനി മാറിയെങ്കിലും ഡോക്ടറോ ഫാമിലിയിൽ ഉള്ള ആൾക്കാരോ അറിഞ്ഞിരുന്നില്ല അവൾക്കിനി ഒരിക്കലും കാണാനോ കേൾക്കാനോ കഴിയില്ല എന്നുള്ള ആ സത്യം. ലാസ്റ്റ് പാരഗ്രാഫ്. I fancy I still have confused memories of that illness. ഇപ്പോൾ ഹെലൻ കെല്ലർ പറയുന്നു, ആ ഇൽനെസ്സിനെ കുറിച്ചുള്ള ആ മെമ്മറീസ്, ഓർമ്മകളൊക്കെ എനിക്ക് വളരെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ഓർമ്മകളൊന്നും ഇല്ല. I especially remember the tenderness with which my mother tried to soothe me in my waking hours. അപ്പോൾ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെ അമ്മ വളരെ സ്നേഹത്തോടെ കരുതലോടെ എന്നെ ആശ്വസിപ്പിക്കുന്നതും എന്നെ കംഫർട്ട് ചെയ്യുന്നതും ഒക്കെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. I also remember the pain and confusion with which I woke up after disturbed sleep. ചില സമയത്തൊക്കെ എനിക്ക് ശരിക്കും ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വേദന അനുഭവിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. I turned my eyes away from the once loved light. എനിക്ക് ലൈറ്റ് വളരെ ഇഷ്ടമായിരുന്നു, കാഴ്ച വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ അതിൽ നിന്നും എൻ്റെ കണ്ണുകൾ എന്നേക്കുമായിട്ട് അടഞ്ഞുപോയി. But except for these fleeting memories, it all seems very unreal, like a nightmare. ഇപ്പോൾ എനിക്ക് ആ ഓർമ്മകളൊക്കെ ഒരു നൈറ്റ്മെയർ പോലെയാണ് തോന്നുന്നത്. Gradually I got used to the silence and darkness that surrounded me. ഇപ്പോൾ ഞാൻ
എനിക്കിപ്പോൾ ഉള്ള ആ സൈലൻസുമായിട്ടും ആ ഡാർക്ക്നെസ്സുമായിട്ടൊക്കെ ഞാൻ എന്ത് ചെയ്തു, പൊരുത്തപ്പെടാനായിട്ട് തുടങ്ങി. ഐ ഫോർഗോട്ട് കംപ്ലീറ്റ്ലി ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ വെരി ഡിഫറെൻറ്റ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ് എനിക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം ഞാനിപ്പോൾ എന്ത് ചെയ്തു, പൂർണ്ണമായിട്ടും മറന്നുപോയി. ഇറ്റ് വാസ് മൈ ടീച്ചർ ഹു ചേഞ്ച്ഡ് എവറിത്തിങ് ആൻഡ് സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ. എൻ്റെ ആ മനസ്സിനെ ഇപ്രകാരം സെറ്റാക്കി തന്നത് എൻ്റെ ഒരു ടീച്ചറായിരുന്നു. ബട്ട് ദ ഫസ്റ്റ് 19 months ഓഫ് മൈ ലൈഫ് ഹാഡ് ബീൻ ഡിഫറെൻറ്റ്. എൻ്റെ ആദ്യത്തെ 19 months വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അന്ന് എനിക്കെല്ലാം കാണാമായിരുന്നു, അതിനുശേഷം എനിക്ക് കാണാനോ കേൾക്കാനോ സംസാരിക്കാനോ സാധിച്ചിട്ടില്ല. ഐ ഹാഡ് ഗോട്ട് ഗ്ലിംസസ് ഓഫ് ബ്രോഡ് ഗ്രീൻ ഫീൽഡ്സ്, എ ലൂമിനസ് സ്കൈ ആൻഡ് ദ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. ആ ഒരു 19 months ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടു. ഗ്രീൻ ഫീൽഡ്, പിന്നെ ലൂമിനസ് സ്കൈ, ട്രീസ്, ഫ്ലവേഴ്സ്, ഇതെല്ലാം ഞാൻ കണ്ടു. The darkness that followed could not wholly blot them out. ഇപ്പോൾ എനിക്കുള്ള ഈ ഡാർക്ക്നെസ്സിന് ഞാൻ അന്ന് കണ്ട കാഴ്ചകളെ ഒന്നും എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, എന്നേക്കുമായി തുടച്ചു നിൽക്കാൻ സാധിക്കില്ല. അതെല്ലാം എൻ്റെ മെമ്മറിയിൽ ഇപ്പോഴും ഉണ്ട്.